السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام والذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل وسلم وبارك على سيدنا وشفيعنا محمد وعلى آله وصحبه وأزواجه وذريات سيدنا ومولانا محمد وعلى مشايخنا وأساتذتنا ومصنف كتبنا ورجالها وعلينا وعلى ذوينا وأحبابنا وسائر المؤمنين. أما بعد فرب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ولا حول ولا قوة إلا بالله العلي العظيم. اللهم لا تؤاخذني بما يقولون واجعلني خيرا مما يقولون واغفر لي ما لا يعلمون. വളരെ അധികം ആദരണീയരായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ അംഗം കൂടിയായ താഹ മുസ്ലിയാർ അവറുകൾ, അതുപോലെ ഈ സദസ്സിലുള്ള പണ്ഡിത സുഹൃത്തുക്കൾ, ഇവിടുത്തെ ഈ പുഞ്ചവിളമ്പേൽ റിഫായി മസ്ജിദിലെ കമ്മിറ്റി ഭാരവാഹികൾ, ഈ പ്രദേശവാസികൾ, അതുപോലെ ശബ്ദം ശ്രവിക്കുന്ന ഓൺലൈനിലും അല്ലാതെയുമായി ശബ്ദം ശ്രവിക്കുന്ന വിശ്വാസി സുഹൃത്തുക്കളെ, നീട്ടിപ്പരത്തി പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് ഈ ചടങ്ങിൽ ഇനി ബാക്കിയുള്ളത് നിങ്ങളൊക്കെ മനസ്സിലാക്കിയതുപോലെ സഹീഹുൽ ബുഖാരി എന്ന അതിബൃഹത്തായ വിശുദ്ധ ഇസ്ലാമിലെ വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ഥാനമലങ്കരിക്കുന്ന അത്രയും മഹത്വമുള്ള സഹീഹുൽ ബുഖാരി, അതിൽ അവസാനമായുള്ള 9 ഹദീസുകൾ വായിക്കാൻ ബാക്കിയുണ്ട്. അത് ഈ സദസ്സിലേക്ക് വെച്ചതാണ്. നേരത്തെ ഇവിടെ താഹ ഉസ്താദ് പറഞ്ഞതുപോലെ കിതാബിൻ്റെ പ്രാരംഭം ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന ഹദീസ് കൊണ്ടാണ്. എല്ലാ കാര്യങ്ങളും നിയ്യത്ത് അനുസരിച്ചാണ്. അത് 2 നിലക്ക് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. നിസ്കരിക്കുന്നതിന് നമ്മളൊക്കെ നിയ്യത്ത് ചെയ്യണം, നോമ്പനുഷ്ഠിക്കുന്നതിന് നിയ്യത്ത് ചെയ്യണം, എന്ന പോലെ ഒളു എടുക്കുക തുടങ്ങിയ എല്ലാ ഇബാദത്തുകൾക്കും നിയ്യത്ത് ചെയ്യണം, അല്ലെങ്കിൽ ആ ഇബാദത്തുകൾ ശരിയാകുന്നതല്ല. രണ്ടാമത്തേത് ഈ സൈക്കോളജിസ്റ്റുകളൊക്കെ പറയുന്നത് പോലെ നമ്മളൊരു കാര്യം നിയ്യത്ത് ചെയ്യുകയും, അതായത് നന്നാകണം, ഉഷാറാകണം, എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കണം, വലിയ ആളാകണം എന്നൊക്കെ നിയ്യത്ത് ചെയ്തുകൊണ്ട് കരുതൽ വെച്ചുകൊണ്ട് അതിനുള്ള അധ്വാനങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോൾ പടച്ചവൻ അതിനുള്ള വഴികൾ തുറന്നു തരും എന്ന ആശയവും ആ ഹദീസിനുണ്ട്. കുറച്ച് മുമ്പ് ഇവിടുത്തെ സെക്രട്ടറി, അതാണ് അമാൻ അലി എന്നപ്പോൾ നേരത്തെ പറഞ്ഞത്, നൗഷാദ് എന്നയാളെ പേര്. അപ്പോൾ എന്നോട് ഇത് സംസാരിക്കുമ്പോൾ ഇവിടെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, സുഹൃത്തിനോട് പറഞ്ഞു, ഇതൊക്കെ അള്ളാഹു തആലയുടെ എന്തോ ഒരു പ്രത്യേക പരിഗണന കൊണ്ട് ഇങ്ങനെയൊക്കെ ആയിത്തീർന്നതാണ്. ഇത് നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്ത പരിപാടിയൊന്നും ആയിരുന്നില്ല. അത് നിങ്ങൾ മുമ്പ് ഇവിടെ പ്രസംഗിച്ച പ്രസംഗത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കി. അപ്പോൾ എന്നോട് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, ഉസ്താദ് ഇതുകൊണ്ടൊക്കെ നമുക്ക് ആഖിറത്തിൽ എന്തെങ്കിലും കിട്ടണമെന്ന് പറഞ്ഞു. അത് തന്നെ ആ രണ്ടാളുടെയും പ്രസംഗത്തിൽ നിന്ന് നമുക്കെല്ലാം ഈ രീതിയിലുള്ള പരിപാടി, ഇതായാലും കുറച്ചു മുമ്പ് നബിദിന പരിപാടികൾ വളരെ വിശാലമായി നമ്മൾ പല രീതിയിലും നടത്തി. ഇനി അടുത്ത മാസം ഗൗസുൽ ആലം മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആണ്ട് നടത്തും. ഇങ്ങനെ തുടങ്ങി നമ്മൾ നിസ്കരിക്കും, ജമാഅത്തിൽ കൂടും, ഖുർആൻ ഓതും, ദിക്ർ ചൊല്ലും, സലാത്ത് ചൊല്ലും, ഇങ്ങനെ നമ്മൾ സദഖ ചെയ്യും. എല്ലാത്തിൻ്റെയും നമ്മുടെ ലക്ഷ്യം മരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ കിട്ടണം എന്ന ശരിയായ നിയ്യത്ത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം എന്നതാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ആദ്യത്തെ ഹദീസിലൂടെ നമ്മളെയൊക്കെ പഠിപ്പിക്കുന്നത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ആ ഗ്രന്ഥത്തിൽ പറഞ്ഞ ഹദീസുകൾ, അല്ലെങ്കിൽ മൊത്തത്തിൽ ഹദീസുകൾ ശരിയായ രീതിയിൽ പഠിക്കുന്നവർ എക്കാലത്തും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉലമ ആണ്.
അത് പഠിപ്പിക്കുന്നവരും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉലമാ. സഹീഹുൽ ബുഖാരി കഴിഞ്ഞാൽ പിന്നെ സഹീഹ് മുസ്ലിം, ഇങ്ങോട്ട് 6 കിതാബുകൾ ഹദീസിന്റെ പ്രഗത്ഭമായ കിതാബുകളുണ്ട്. തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും, പല പ്രഭാഷണങ്ങളിലും മറ്റും. ഇമാം റാസി റളിയല്ലാഹു അൻഹുവിന്റെ, ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹുവിന്റെ ഖുർആൻ വ്യാഖ്യാനമാണ് ഏറ്റവും ആധികാരികവും പ്രശസ്തവുമായ. അങ്ങനെ തുടങ്ങി ഇസ്ലാമിക വിജ്ഞാന ശാഖകളിൽ ഏത് ശാസ്ത്രശാഖ എടുത്താലും അതിൻ്റെ മുൻനിരയിൽ നിൽക്കുന്ന മഹാന്മാർ മുഴുവൻ സുന്നികളാണ്. അതിൻ്റെ മുൻനിരയിൽ നിൽക്കുന്ന മഹാന്മാർ മുഴുവൻ സുന്നികളാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസൊക്കെ ഓതിയിട്ട് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ചോദ്യം ചെയ്യുന്നവരുണ്ടാവും. അവർക്ക് ഇമാം ബുഖാരിയുടെ പേര് പറയാൻ പോലും അർഹതയില്ല. കാരണം എന്താ? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവരുടെ ശത്രുപക്ഷത്തല്ലേ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അക്കാലത്ത് ഒരുപാട് വിദേഹത്ത് പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. ആ ഒരു വിദേഹത്ത് പ്രസ്ഥാനത്തിന്റെ ആളല്ല ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. അശ്അരി മദ്ഹബുകാരനാണ് വിശ്വാസ ശാസ്ത്ര ശാഖയിൽ. എന്ന പോലെ കർമ്മശാസ്ത്രത്തിൽ നമ്മളൊക്കെ അനുധാവനം ചെയ്യുന്ന ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബുകാരനാണ്. പിന്നെ സഹീഹുൽ ബുഖാരിയിലെ ഹദീസ് മറ്റുള്ളവരെങ്ങനെ ഉദ്ധരിക്കുക? യഥാർത്ഥത്തിൽ ഈ ഹദീസും പറഞ്ഞ് നടന്ന് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ചോദ്യം ചെയ്യുന്നവർ ഹദീസ് നേരെ പഠിക്കാത്തത് കൊണ്ടാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ച് സമുദായത്തിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നവർ ശരിക്കും ഹദീസ് പഠിച്ചിട്ടില്ല. അതുകൊണ്ടാണ്. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ സഹീഹുൽ ബുഖാരിയിൽ തന്നെ സ്വലാത്തുൽ ളുഹ, ളുഹ നിസ്കാരം നമുക്കൊക്കെ അറിയാം. ഒരു സൂര്യൻ ഉദിച്ച് ഒരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞാൽ മുതൽ സമയം തുടങ്ങുന്ന ളുഹറിന്റെ സമയം വരെ സമയം നിലനിൽക്കുന്ന ഒരു 8 റക്അത്ത് നിസ്കാരം, ളുഹ നിസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിസ്കരിച്ചിട്ടുണ്ട് എന്ന് മക്കം ഫത്ഹിന് വന്ന സമയത്ത് ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വന്ന്, ആ യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, കുളിച്ച് ഫ്രഷായി ഒതുവൊക്കെ എടുത്ത് വന്നിട്ട് വീട്ടിൽ കയറി 8 റക്അത്ത് നിസ്കരിച്ചു. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ളുഹ നിസ്കരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നിരവധി ഹദീസുകൾ ഉണ്ട്. പക്ഷേ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, മാ സബ്ബഹ സുബ്ഹത്ത ളുഹ ഖത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹ നിസ്കരിച്ചിട്ടേയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹ നിസ്കരിച്ചിട്ടേയില്ല. ഉസ്താദുമാർക്കൊക്കെ അറിയാം, മാ സബ്ബഹ ഖത്തു എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാളം അതാണ്, അതിന്റെ അർത്ഥം നിസ്കരിച്ചിട്ടേയില്ല. ആയിഷ ബീവി എന്താ അങ്ങനെ പറഞ്ഞത് എന്നതിന് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ നിന്നാണ് ളുഹ നിസ്കരിക്കുന്നത്. അന്നേരം ആയിഷ റളിയല്ലാഹു അൻഹ അത് കാണുന്നില്ലല്ലോ. അതുകൊണ്ടാണ് മഹദി അത് പറഞ്ഞത്. പക്ഷെ അതല്ല അവിടെ പോയിന്റ്. എന്നിട്ട് മഹദി പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടേയില്ല എന്ന് പറഞ്ഞിട്ട് പറയുന്നു, ഞാൻ ളുഹ നിസ്കരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടേ ഇല്ല എന്ന് പറഞ്ഞിട്ട് ആയിഷ ബീവി പറയുന്നു, ഞാൻ ളുഹ നിസ്കരിക്കും. അപ്പോൾ ഒരു അമൽ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താ? ഇസ്ലാമിലെ അടിസ്ഥാന പ്രമാണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനം മാത്രമല്ല. അത് പറയുന്നവർ അവർക്ക് വിവരമില്ലാത്തോണ്ട് പറയാണ്. വിശുദ്ധ ഖുർആനില്ലേ, അതല്ലേ ഒന്നാമത്തെ പ്രമാണം. ഹദീസ് എന്ന് പറയുന്നതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനവും വാക്കും എന്ന പോലെ അവിടുത്തെ അംഗീകാരവുമുണ്ട്. പ്രവർത്തനത്തിന് 2ാം സ്ഥാനമാണ്. പറഞ്ഞതും ചെയ്തതും ചിലപ്പോൾ പരസ്പര വൈരുദ്ധ്യമാവും. അസർ നിസ്കരിച്ചു കഴിഞ്ഞാൽ സുന്നത്ത് നിസ്കരിക്കണ്ട എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോഴൊക്കെ നിസ്കരിച്ചിട്ടുണ്ട്. സഹീഹുൽ ബുഖാരിയിലുള്ളതാണ്. അപ്പോൾ ചെയ്യണ്ട എന്ന് പറഞ്ഞ വാക്കിനാണ് പ്രാമാണികത. അതുകൊണ്ടാണ് അസർ നിസ്കാരം കഴിഞ്ഞാൽ സുന്നത്തില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിട്ടുണ്ട്. അതിന് വേറെ കാരണമുണ്ടാകും. അതാണ് ഹദീസുകൾ നേരെ പഠിക്കാത്തത് കൊണ്ടുള്ള അബദ്ധങ്ങൾ. മറ്റൊന്ന് പറയാം, മഹാനായ ഖുബൈബ് റളിയല്ലാഹു തആല അൻഹു ചരിത്രം സഹീഹുൽ ബുഖാരിയിൽ 10-ലധികം തവണ ഹദീസുകൾ നിവേദനം ചെയ്തിട്ടുണ്ട്. ഖുബൈബ് റളിയല്ലാഹുവിന്റെ ചരിത്രം നമ്മളൊക്കെ പലപ്പോഴും കേട്ടതാ. 10ഓളം വരുന്ന ഖുബൈബ് റളിയല്ലാഹുവിന്റെ അടക്കമുള്ള സഹാബി
അവരെ സഹാബികളെ ശത്രുക്കൾ തടവിൽ പിടിക്കുകയും അവരിൽ ചിലരെ വധിക്കുകയും അവസാനം ഹുബൈബ് റളിയല്ലാഹു അൻഹു മാത്രം ആ ശത്രുക്കളുടെ പിടിയിൽ ശേഷിക്കുകയും അവര് വധിക്കാൻ തീരുമാനിക്കുകയും ചെയ്തപ്പോൾ ആ കൊലക്കയറിലേക്ക് കൊണ്ടുപോകുന്ന ആ സമയത്ത് അവിടെ ചെന്നപ്പോൾ എന്താണ് അഭിലാഷം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അല്ല ഞാനൊരു 2 റക്അത്ത് നിസ്കരിച്ചോട്ടെ എന്ന് ചോദിച്ചു. 2 റക്അത്ത് നിസ്കരിക്കാൻ ആ ശത്രുക്കൾ സമ്മതം കൊടുത്തപ്പോൾ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പറഞ്ഞു, ഈ മരിക്കാൻ പേടിയുണ്ടാകുമെന്ന് എന്നെക്കുറിച്ച് തെറ്റിദ്ധരിക്കുകയില്ലായിരുന്നുവെങ്കിൽ ഞാൻ എന്തു ചെയ്യും? ഈ 2 റക്അത്ത് നിസ്കാരം ദീർഘമായി നിസ്കരിക്കുമായിരുന്നു. പക്ഷെ ദീർഘമായി നിസ്കരിച്ചില്ല, പെട്ടെന്ന് 2 റക്അത്ത് നിസ്കരിച്ച് തീർത്തു. ആ സംഭവം ഉദ്ധരിച്ചിട്ട് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഹദീസിന്റെ ബാക്കിയായി പറയുന്നുണ്ട്, ഹുവ സന്ന റക്അത്തൈനി ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി സബറാ. ഹുബൈബ് റളിയല്ലാഹു അൻഹു 2 റക്അത്ത് നിസ്കരിക്കാൻ സുന്നത്താക്കി. ആർക്കാ സുന്നത്താക്കിയത്? അള്ളാഹുവിന്റെ മാർഗത്തില് ശത്രുക്കൾ വധിക്കുന്നവർ, യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നവരല്ല, അവര് തടവിൽ പിടിക്കുകയും അവര് ക്ഷമ അവലംബിക്കുകയും അവരെ വധിക്കുകയും ചെയ്യുമ്പോൾ അവസരം കിട്ടിയാൽ 2 റക്അത്ത് നിസ്കരിക്കൽ സുന്നത്താണ്. ഈ 2 റക്അത്ത് നിസ്കരിക്കൽ സുന്നത്താണെന്ന് മുസ്ലിം ലോകത്തെ എല്ലാ ഇമാമിയങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഒരാളും വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഇത് വിശുദ്ധ ഖുർആനിലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നിസ്കരിക്കാൻ പറഞ്ഞിട്ടില്ല. ഈ സംഭവത്തിന് സാക്ഷിയായി മൗനാനുവാദം നൽകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോഴില്ല. പക്ഷേ ആ 2 റക്അത്ത് നിസ്കാരം സുന്നത്താണ്. എന്തുകൊണ്ടാ? ഒരു സഹാബിയാണ് അത് പഠിപ്പിച്ചത്. സഹാബികളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അവരിൽ നിന്ന് നിങ്ങൾ ആരെ പിൻപറ്റിയാലും നിങ്ങൾ സന്മാർഗത്തിലാണ്. അപ്പൊ അതുകൊണ്ട് സഹാബിമാര് ചെയ്താല് അത് ദീനിൽ സുന്നത്താകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞാലും ചെയ്താലും മൗനാനുവാദം നൽകിയാലും വിശുദ്ധ ഖുർആനിൽ ഉണ്ടായാലും അങ്ങനെ തുടങ്ങി ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ ഉണ്ടായാൽ മതി. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഒരു കാര്യം കൂടി പറയാം. സഅദ് ബിൻ സഅദി റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. എന്താ? വെള്ളിയാഴ്ച ദിവസം ഒരു സ്ത്രീ, പ്രായമായ ഒരു സ്ത്രീ, അവർ ഈ സിൽക്ക് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് പിന്നെ ഇലക്കറികളിൽപ്പെട്ടൊരു സാധനം. അപ്പൊ അത് സ്വന്തം വീട്ടിൽ വളർത്തിയതിന് ശേഷം അതൊരു ചീരാന്നൊക്കെ പറയാം, എല്ലാ വെള്ളിയാഴ്ചയും ജുമ കഴിഞ്ഞ് പോകുന്നവർക്ക് അതും എന്ന പോലെ ഈ സൂചി ഗോതമ്പ് പോലത്തെ ഒരു സാധനമുണ്ട്. ഇതെല്ലാം കൂടെ ഇട്ടൊരു കറിയോ ഒരു പായസമോ എന്നൊക്കെ പറയാവുന്ന സാധനം ഉണ്ടാക്കും. അപ്പോ ജുമ കഴിഞ്ഞ് പോകുന്നവർക്കൊക്കെ അത് വിതരണം ചെയ്യും. ഞങ്ങള് വെള്ളിയാഴ്ച ആയാലും നമ്മക്ക് വലിയ ആവേശമാണ്, അത് കുടിച്ചിട്ടേ നമ്മൾ പോവുള്ളൂ എന്ന് പറയുന്നുണ്ട്. എന്താണ് മഹദി ഇത് ചെയ്യാൻ കാരണം? വെള്ളിയാഴ്ചയുടെ മഹത്വം തന്നെ. വെള്ളിയാഴ്ചയുടെ മഹത്വം എന്താ? വെള്ളിയാഴ്ചയുടെ മഹത്വം അയിമ്മത്തുകൾ ഒരുപാട് മഹത്വം പറഞ്ഞെങ്കിലും അതിൽ ഏറ്റവും പ്രധാനമായി പറഞ്ഞത് ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളതാണ്. എന്ന പോലെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്ന പോലെ അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന് പറയുന്ന ആയത്തിറങ്ങിയത് വെള്ളിയാഴ്ചയാണ്. ഈ രീതിയിലുള്ള മഹത്വങ്ങൾ പരിഗണിച്ച് ആ മഹദി ഇങ്ങനെ ചെയ്തിരുന്നു. ഇത് ഇസ്ലാമിൽ വിമർശിക്കപ്പെടാൻ പറ്റിയൊരു പ്രവർത്തനമല്ലല്ലോ. സഹാബിമാരും വിമർശിച്ചില്ല, അവരെല്ലാവരും പായസം കുടിച്ച് പോയിട്ടേ ഉള്ളൂ, ആരും വിമർശിച്ചില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ടോ? എല്ലാ വെള്ളിയാഴ്ചയും പായസം വെച്ച് കൊടുത്തിട്ടുണ്ടോ? എല്ലാ വെള്ളിയാഴ്ചയും പായസം വെച്ച് കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. പക്ഷേ മഹദി ആ വെള്ളിയാഴ്ചയുടെ ഒരു മഹത്വം പരിഗണിച്ചിട്ട് അങ്ങനെ ചെയ്തിരുന്നു. എന്നാൽ നമുക്ക് ഒരു ചോദ്യം ചോദിക്കാം, ഇത് റബീഉൽ അവ്വൽ മാസമല്ലേ? ആദം നബി അലൈഹി സ്വലാമിനെ സൃഷ്ടിച്ചതിനേക്കാൾ മഹത്വമല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത്? ഈ അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന് പറഞ്ഞ ആയത്ത് ഇറങ്ങിയതിനേക്കാൾ മഹത്വമല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത്? എങ്കില് അന്ന് വലിയ ആഘോഷം സംഘടിപ്പിക്കണം എന്നതാണ് ഉസ്താദുമാർക്കൊക്കെ അറിയാം. ഔലാ ഖിയാസ് കൊണ്ട് സ്ഥിരപ്പെടുന്ന മസല എന്ന് പറയും. ഇതിനേക്കാൾ മഹത്വമുള്ളതിന് ഇതിന്റെ ഹുക്മ് വിധി ബാധകമാണ് എന്ന് പിന്നെ കർമ്മശാസ്ത്രത്തിന്റെ അടിസ്ഥാനപരമായ നിയമമാണ്, അല്ലേ? അപ്പോ മഹാനായ ഉബാദത്ത് ബിൻ ബറാ ബിൻ ആസിബ് റളിയല്ലാഹു തആല അൻഹുമാ ആഹൻ പറയുന്നുണ്ട്, മാ റഅയ്തു അഹ്ലൽ മദീന ഫരിഹു കമാ ഫരിഹു ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് മദീനക്കാര് സന്തോഷിച്ചതുപോലെ വേറെ ഒന്നിനും സന്തോഷിച്ചതായി എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട്. എന്താണ് ആ സന്തോഷം? സ്വഹീഹുൽ ബുഖാരിയിൽ അടക്കം പരിധിയാൽ അറിയാം.
മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ വരുന്നുണ്ട് എന്നുള്ള വിവരം അവിടെ കിട്ടിയപ്പോൾ മദീനക്കാർ എല്ലാ ദിവസവും രാവിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരികയാണെങ്കിൽ ഒരു വരുന്ന ആളിനെ സ്വീകരിക്കാൻ വേണ്ടി ആ നാടിൻ്റെ അതിർത്തിയിലേക്ക് പോയി സ്വീകരിച്ചു കൊണ്ടുവരുന്ന ഒരു ശൈലി എന്നുണ്ട്. അപ്പോൾ ഈ വദാ എന്ന് പറഞ്ഞ കുന്നുണ്ട്, തലഅൽ ബദ്റു അലൈന മിൻ സനിയാത്തിൽ വദാഇ എന്ന് പറഞ്ഞാൽ ആ വദാ കുന്നിൻ്റെ അവിടെ പോയി നിൽക്കും രാവിലെ. അന്ന് ഈ ഫോണൊന്നും വിളിച്ച് പറയാനും വാട്സപ്പിൽ മെസ്സേജ് അയക്കാനൊന്നും യാതൊരു മാർഗ്ഗവും ഇല്ലല്ലോ. അപ്പോൾ അവിടെ പോയി നിൽക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംഘം വരുന്നുണ്ടോ ഇല്ലെന്നറിയാം, അവിടുന്ന് കൂട്ടി സ്വീകരിച്ച് കൊണ്ടുവരാൻ വേണ്ടി. അപ്പോൾ നല്ല വെയിൽ ചൂടായി കഴിയുന്നുണ്ട്, പിന്നെ അവിടെ നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ എല്ലാവരും വീട്ടിലേക്ക് പോകും. അങ്ങനെ ഒരു ദിവസം എന്ത് ചെയ്തു, പിന്നെ ഇവരിങ്ങ് പോരുന്നതിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടേക്ക് എത്തുന്നത് എന്ന് വിവരം അറിഞ്ഞത്. അപ്പോൾ സഹാബിമാരെല്ലാവരും എന്ന പോലെ അന്ന് വിശ്വാസികൾ കുറവാണ് മദീനയിൽ, പിന്നെ അവിടെ ഉള്ളത് ജൂതന്മാരാണ്, നസാറകളാണ്. ഇവർ എല്ലാവരും കൂടി പുറപ്പെടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടെ നിന്ന് സ്വീകരിച്ചു കൊണ്ടുവരികയും ചെയ്തു. തലഅൽ ബദ്റു അലൈന മിൻ സനിയാത്തിൽ വദാഇ എന്ന് പറഞ്ഞ ആ ബെയ്ത്ത് തന്നെ ചൊല്ലിയാണ് സ്വീകരിച്ചു കൊണ്ടുവന്നത്. ഇത് എന്നാണ് നടന്നത്? റബീഉൽ അവ്വൽ 12-നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് എത്തിയെന്നാ റബീഉൽ അവ്വൽ 12-നല്ലേ? റബീഉൽ അവ്വൽ 12-നാണ്. അപ്പോൾ ഹദീസുകൾ പഠിക്കുമ്പോൾ നേരെ പഠിക്കാഞ്ഞാലുള്ള അബദ്ധങ്ങളാണ്. ഇങ്ങനെയാണ്. ഒരു ഉദാഹരണം കൂടി പറഞ്ഞു നിർത്തുകയാണ്. ഇത് ഞങ്ങളത് പണ്ഡിത ദർശായതുകൊണ്ട് ഉസ്താദന്മാരെ അല്ലാതെ ഇവിടെ ഒരുമിച്ച് കൂടിയ സാധാരണക്കാർക്ക് ഈ ബുഖാരി ഓതുന്നതിൻ്റെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണ്ടേ, അതിനുവേണ്ടി ഞാൻ സാധാരണ മനസ്സിലാകുന്ന ഉദാഹരണങ്ങൾ പറഞ്ഞതാണ്. അപ്പോൾ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം പള്ളിയിലേക്ക് വന്നപ്പോൾ വജദ നുഖാമത്തൻ ഫി ജിദാരി മസ്ജിദി ഫി ജിദാരിൽ മസ്ജിദി, പള്ളിയിലേക്ക് കടന്നു വന്നപ്പോൾ ആ പള്ളിയുടെ ഭിത്തിയിൽ ചുമരിൽ ആരോ ഇങ്ങനെ തുപ്പിയത്, ആ തുപ്പൽ അവിടെ ഉണ്ട്. ആരോ തുപ്പിയതാണ്. അത് കാലം, അതായത് ചിലപ്പോൾ ആ തുപ്പിയ ആളെ അറിഞ്ഞു തന്നെ കാണത്തില്ല. അബദ്ധത്തിൽ അങ്ങനെ സംഭവിക്കാമല്ലോ, പുറത്തേക്ക് തുപ്പിയത് പുറത്തോപ്പുറം മാറി വീണത് അങ്ങനെ ആയിരിക്കാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? അപ്പോൾ ഇതേതായാലും പഠിപ്പിക്കണം, അത് പിന്നെ പറഞ്ഞു കൊടുക്കാം. ഇപ്പം അത് പള്ളി വൃത്തിയാക്കണമല്ലോ. അപ്പം എന്ത് ചെയ്തു? ബിയദിഹി എന്ന് ഹദീസിൽ സഹീഹുൽ ബുഖാരിയിൽ തന്നെ ഒന്നിലധികം സ്ഥലത്ത് റിവായത്ത് ചെയ്ത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കൈ കൊണ്ട് അത് തുടച്ചു നീക്കി എന്നാണ് വാക്കിന്റെ അർത്ഥം. പക്ഷേ സഹീഹുൽ ബുഖാരിയിൽ തന്നെ ഉള്ളൊരു ഹദീസിൽ ഫതനാവല ഹജറൻ ഫഅസാലഹാ ബിഹി എന്നാണുള്ളത്. ഒരു കല്ലെടുത്തു, ആ കല്ലെടുത്തിട്ട് അത് തുടച്ചു നീക്കി. തുപ്പിക്കഴിഞ്ഞാൽ, തുപ്പൽ പുറത്തു വന്നു കഴിഞ്ഞാൽ അത് മ്ലേച്ഛമായ സാധനമാണ്. മുസ്തഖദർ എന്ന് പറയും അറബിയിൽ. അത് പിന്നെ വിഴുങ്ങാൻ പാടില്ല. വായിലുള്ളത് വിഴുങ്ങാം, പുറത്ത് തുപ്പിയിട്ട് അത് നമ്മളെ ഉപ്പലല്ലേ, നമ്മൾ സാധാരണ വിഴുങ്ങുന്നല്ലെന്ന് വിചാരിച്ച് പിന്നെ വിഴുങ്ങാൻ പാടില്ല. എന്ന പോലെ മൂക്ക് ചീറ്റുക പോലത്തെ കാര്യങ്ങൾ ഇടത്തെ കൈ കൊണ്ട് ചെയ്യൽ സുന്നത്താണ്. ഇങ്ങനെ അതൊരു മ്ലേച്ഛമായ സാധനമാകുമ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പരിശുദ്ധമായ കൈകൊണ്ട് നീക്കുക എന്നുള്ളത് അതൊരു ശരിയല്ലല്ലോ. അപ്പോൾ ഈ കല്ലുകൊണ്ട് നീക്കി എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പം ഹദീസ് നേരെ പഠിക്കുമ്പോൾ പോലെ പഠിച്ചില്ലെങ്കിൽ അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിങ്ങനെ കൈകൊണ്ട് തന്നെ നീക്കിക്കളഞ്ഞു, തുടച്ചു കളഞ്ഞു എന്നത് അതിനൊരു പ്രചോദനമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നതൊക്കെ അങ്ങനെയല്ലേ, അതിന് മുഅ്മിനീങ്ങൾക്ക് വിശ്വാസികൾക്ക് പ്രചോദനമാണ്. അങ്ങനെയല്ലത്. പിന്നെ ഒരു കല്ലോ മറ്റോ എടുത്ത് കൈ പറ്റാത്ത പോലെ നീക്കണം എന്നാണ് ഹദീസിലുള്ളത്. അപ്പോൾ ഇത് നേരെ പഠിക്കാഞ്ഞാൽ എന്തു പറയും? കൈ കൊണ്ട് നീക്കി എന്നുള്ളതിന് പിന്നെ ഇനി എന്താ അർത്ഥം പറയുക? സാധാരണ നമ്മൾ പള്ളിയിൽ അങ്ങനെ കണ്ടാൽ എന്താ ചെയ്യുക? അപ്പോഴത്തേക്ക് വെള്ളം ഉണ്ടാക്കും. ആരവിടെ പള്ളി തുപ്പിയത്, ഭിത്തി തുപ്പിയത്, അങ്ങനെ പള്ളിയല്ലേ തുപ്പരുതെന്ന് അറിയില്ലേ എന്നെല്ലാം പറഞ്ഞിട്ട് വെള്ളമൊക്കെ വെക്കും. ഇതോ അതവിടെ തുപ്പിയ കമ്പം പള്ളിയുടെ ഭിത്തിയിൽ അവിടെ ഇരിക്കുകയും ചെയ്യും. ആരും കാണത്തില്ല, ആള് കൂടിയ പാമ്പിയാവത്തില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ അതവിടെ ഇരിക്കുകയും ചെയ്യും. അതല്ല വേണ്ടത്. അപ്പോൾ അസാലഹ ബിയദിഹി എന്ന് പറഞ്ഞാൽ വേറെ ആരോളും അത് അവിടുന്ന് നീക്കിക്കള, അല്ലെങ്കിൽ അത് തുടച്ചുകള, കഴുകിക്കള എന്ന് പറഞ്ഞില്ല, സ്വന്തമായി ചെയ്തു എന്ന് അതിൻ്റെ അർത്ഥം. അപ്പോൾ സ്വന്തമായി എങ്ങനെ ചെയ്തത് എന്നതാണ് മറ്റൊരു ഹദീസിൻ്റെ റിവായത്തിലുള്ളത്. കല്ലുകൊണ്ടാണ് അത് ചെയ്തത്. ഇങ്ങനെയാണ് ഹദീസുകൾ പഠിക്കേണ്ടത്. ഇല്ല എന്നുണ്ടെങ്കിൽ അബദ്ധങ്ങൾ, വളരെ വലിയ അബദ്ധം വരും. വളരെ വലിയ അബദ്ധം എന്ന് പറഞ്ഞാൽ ഈ മുബ്തദികൾ ബിദ്അത്ത് വിശ്വാസം വന്നുപോയി കഴിഞ്ഞാൽ ഹൗദുൽ കൗസറിൻ്റെ അടുത്തു നിന്ന് ഒരു കൂട്ടരം മലക്കുകൾ തടയുന്നത് സഹീഹുൽ ബുഖാരിയിൽ നിരവധി ഹദീസുകളിൽ കാണാം. ഹൗദുൽ കൗസറിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ എല്ലാവരും വരുമ്പോൾ എല്ലാവരും വരും. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ച് എല്ലാവരും വരും. അപ്പോൾ കുറേ ആൾക്കാരെ മലക്കുകൾ അവിടെ തടഞ്ഞു നിർത്തും. പ്രവേശനമല്ല. എന്താ സംഭവം? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അവർ നമ്മുടെ ഉമ്മത്തികളല്ലേ,
അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പറയുന്നവരല്ലേ, പക്ഷേ മലക്കുകൾ വിടുന്നതല്ല. കാരണം എന്താ? നബിയെ, ഇവര് അങ്ങ് വഫാത്തായതിനു ശേഷം പറഞ്ഞ പുത്തനാശയങ്ങൾ അത് നബിയെ അങ്ങേക്കറിയില്ലേ? അപ്പൊ അതുകൊണ്ട് ഇവർക്ക് പെർമിഷൻ ഇല്ലല്ലോ ഹൗദുൽ കൗസർ കുടിക്കാൻ, തടഞ്ഞു വെക്കും. അതുകൊണ്ട് ഹദീസുകളും പറഞ്ഞ് പിന്നെ മുറിയൻ ഹദീസുകളും പറഞ്ഞ് സമുദായത്തിൽ കുഴപ്പമുണ്ടാക്കുന്നവരുടെ കെണിയിലൊന്നും ആരും പെട്ടുപോകരുത് എന്ന് ഈ സഹീഹുൽ ബുഖാരിയുടെ ഖത്മിൻ്റെ മജ്ലിസിൽ ഞാൻ ഒരു വസീയത്തായി പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പിന്നെ ഞാൻ ഇവിടെ നിങ്ങൾ കേട്ടല്ലോ, 2017 മുതൽ ഞാൻ ഇവിടെ വരുന്ന ആളാണ്. എൻ്റെ ഒരു ദർസ് പല സ്ഥലത്തും നടന്നിട്ടുണ്ടെങ്കിലും ഞാൻ പിന്നെ ദർസിൽ പഠിക്കുമ്പോൾ തന്നെ ദർസ് നടത്തുന്ന ആളാണ്, അള്ളാൻ്റെ തൗഫീഖ് കൊണ്ട്. പിന്നെ അതിനുശേഷം എന്ത് ചെയ്തു, ഇവിടെ മജ്ലിസ് സഖാഫത്ത് സുന്നിയിൽ നമ്മുടെ താഹ ഉസ്താദിൻ്റെ സ്ഥാപനത്തിൽ 2 വർഷം ദർസ് നടത്തുമ്പോൾ നമ്മുടെ സത്താർ മുസ്ലിയാർ ഇവിടുത്തെ പള്ളിയുടെ പ്രസിഡൻ്റാണ്. അന്ന് അദ്ദേഹം അവിടെ വിദ്യാർത്ഥിയായി പഠിക്കുന്ന, അങ്ങനെയൊക്കെ പരിചയമുണ്ട്. അതുപോലെ ഓച്ചറയുമായി അല്ലാതെയും ബന്ധമുണ്ട്. ഞാൻ മുത്തലിമാകുമ്പോൾ തന്നെ ഇവിടെ പതി ഉസ്താദിൻ്റെയും വാഴക്കാടിൻ്റെ ഉസ്താദിൻ്റെയൊക്കെ ഖബർ സിയാറത്തിന് വരുന്ന ഒരു ആളാണ്. അന്ന് പിന്നെ നമ്മുടെ അഹമ്മദ് മുസ്ലിയാരുടെ പിതാവ് ഉമറുകുട്ടി മുസ്ലിയാർ ദർശനം നടത്തുന്ന സമയം ഉസ്താദിനെ പലപ്പോഴും കാണുകയും പല വിഷയങ്ങളും സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു പഴയ ബന്ധങ്ങളൊക്കെ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെയൊക്കെ ബർക്കത്തുണ്ടായിരിക്കും ഈ മജ്ലിസ് ഇവിടെ നിന്ന് തുടങ്ങാൻ തൗഫീഖ് നൽകി അനുഗ്രഹിച്ചത്. ഞാൻ കൂടുതൽ പറയുന്നില്ല. എല്ലാവരോടും എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇതിനെ ആരെല്ലാം ഏതെല്ലാം രീതിയിൽ ഒത്താശയും സഹായവും ചെയ്തിട്ടുണ്ടോ അതിനെല്ലാം പ്രതിഫലം പരലോകത്ത് അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ഇറക്കുന്നു. ബാക്കി നമ്മുടെ ദുആയിൽ ദുആ ഇറക്കാം. അതിൻ്റെ ഇടക്ക് ഇപ്പം ഈ ഓൺലൈൻ കാലമായതുകൊണ്ട് 1-2 മെസ്സേജുകൾ വന്നത് ഞാൻ അറബിയിൽ അവരുമായി ഒന്ന് സംസാരിക്കാൻ നിങ്ങളോട് സമ്മതം ചോദിക്കുകയാണ്. അതായത് ഒരു സന്തോഷ വാർത്ത. ഞങ്ങൾ ഇവിടെ 10 ദിവസം ഇവിടെ ഇരുന്ന് ഈ ദർസ് പിന്നെ വായിച്ചപ്പോൾ ഓൺലൈനിൽ പിന്നെ അതിൻ്റെ ലൈവ് കൊടുത്തിരുന്നു. അപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പലരും അത് കണ്ട കൂട്ടത്തിൽ പിന്നെ മിസ്റിൽ നിന്നുള്ള ഫാത്തിമ മുഹമ്മദ് ബൈത്തുൽ മാൽ എന്ന് പറഞ്ഞൊരു സ്ത്രീ, ഇർഫാൻ എന്ന് പറഞ്ഞൊരു സഹോദരൻ്റെ ഭാര്യയാണ്. ആ ക്ലാസ് ആദ്യം മുതൽ അവസാനം വരെ കേട്ടു എന്നും എന്നോട് ഹൽ മിനൽ മുംകിൻ അൻ തഹ്സുല അലാ ഇജാസ എന്ന് താവസാനൊക്കെ മനസ്സിലാവും. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇജാസത്ത് കിട്ടുമോ എന്ന് ഇപ്പോൾ മെസ്സേജ് അയച്ച് ചോദിച്ചു. അൽ ഉഖ്തി അൽ കരീമ ഫാത്തിമ മുഹമ്മദ് ബൈത്തുൽ മാൽ സൗജത്ത് ഇർഫാൻ മിൻ മിസ്ർ അൽ മഹ്റൂസ ഇൻഷാ അല്ലാഹ് അന്തി മുജാസ لرواية صحيح البخاري عني بجميع طرقه إن شاء الله وستكتب لك الإجازة إن شاء الله. بارك الله فيك زادك الله حرصا وتوفيقا. അതുപോലെ തന്നെ മറ്റൊന്ന്, ഈ ഇറാഖിൽ നിന്ന് ഈ മജ്ലിസ് 80ഓളം പേര് പിന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതായിട്ട് എനിക്ക് സയ്യിദ് നവാർ അൽ ഹുസൈനി ഇപ്പോൾ മെസ്സേജ് അയച്ച് അവിടെ ബിഹുദൂർ ഷെയ്ഖ് അബ്ദുറഹ്മാൻ മുഹമ്മദ് റയീസ് മജ്ലിസ് ഉലമാ ഇൽ മുവാസല, അവിടുത്തെ പണ്ഡിത സഭയുടെ പ്രസിഡൻ്റായ ഷെയ്ഖ് അബ്ദുറഹ്മാൻ എന്നവരുടെ സാന്നിധ്യത്തിൽ 80ഓളം പേര് ഇപ്പോൾ നമ്മുടെ മജ്ലിസിൽ കൂടിയിട്ടുണ്ട്. ഫളീലത്ത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ മുഹമ്മദ് റയീസ് മജ്ലിസ് ഉലമാ ഇൽ മുവാസല വകദാലിക شيخي الكريم السيد محمد نوار الشافعي البغدادي ومن حضر معكم. بارك الله فيكم وزادكم حرصا وتوفيقا وجمعنا الله سبحانه وتعالى في شفاعة سيدنا ومولانا محمد صلى الله عليه وسلم. إن شاء الله أنتم أيضا مجازون وستكتب لكم الإجازة إن شاء الله. بارك الله فيكم. ഇനി നമ്മുടെ സഹീഹുൽ ബുഖാരി 9 ഹദീസ് വായിക്കാനുണ്ട്. അത് വായിച്ചതിന് ശേഷം ദുആയിലേക്ക് കടക്കാം. അത് കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് ഒജീനം വരെ തയ്യാറാക്കിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂട്ടത്തിലേക്ക് സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്ത എല്ലാവർക്കും വലിയ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വളവുത്തറ ഷാജിയല്ലേ, താജ് സാഹിബ്, അല്ലേ, കുറേ കാലമായതുകൊണ്ട് എൻ്റെ വീട്ടിലൊക്കെ വന്ന് താമസിച്ചിട്ടുണ്ട്.
بسم الله الرحمن الرحيم الحمد لله رب العالمين الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام والذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل وسلم وبارك على سيدنا وشفيعنا محمد وعلى آله وصحبه وأزواجه وذريات سيدنا ومولانا محمد أما بعد فأخبرنا الشيخ السيد رحمة الله بن حبيب الله الحسيني الترمذي البخاري حفظه الله ورعاه بسنده المتصل إلى الإمام الحافظ الحجة أمير المؤمنين في الحديث وشيخ الإسلام أبي عبد الله محمد بن إسماعيل ابن إبراهيم بن المغيرة البخاري الجعفي مولاهم رضي الله عنه وعنهم وأرضاهم ونفعنا بهم في الدارين آمين أنه قال باب قول الله تعالى والله خلقكم وما تعملون إنا كل شيء خلقناه بقدر ويقال للمصورين أحيوا ما خلقتم إن ربكم الله الذي خلق السماوات والأرض في 6 أيام ثم استوى على العرش يغشي الليل النهار يطلبه حثيثا والشمس والقمر والنجوم مسخرات بأمره ألا له الخلق والأمر تبارك الله رب العالمين وبه قال ابن عيينة رضي الله عنه بين الله الخلق من الأمر لقوله تعالى ألا له الخلق والأمر وسمى النبي صلى الله عليه وسلم الإيمان عملا قال أبو ذر وأبو هريرة رضي الله عنهما سئل النبي صلى الله عليه وسلم أي الأعمال أفضل قال إيمان بالله وجهاد في سبيله وقال جزاء بما كانوا يعملون وقال وفد عبد القيس للنبي صلى الله عليه وسلم مرنا بجمل من الأمر إن عملنا بها دخلنا الجنة فأمرهم بالإيمان والشهادة وإقام الصلاة وإيتاء الزكاة فجعل ذلك كله عملا وبه قال حدثنا عبد الله بن عبد الوهاب قال حدثنا عبد الوهاب قال حدثنا أيوب عن أبي قلابة والقاسم التيمي عن زهدم رضي الله عنه أنهم قال كان بين هذا الحي من جرم وبين الأشعريين ود وإخاء فكنا عند أبي موسى الأشعري رضي الله عنه فقرب إليه الطعام فيه لحم دجاج وعنده رجل من بني تيم الله كأنه من الموالي فدعاه إليه فقال إني رأيته يأكل شيئا فقدرته فحلفت لا أكله فقال هلم فلأحدثك عن ذاك إني أتيت النبي صلى الله عليه وسلم في نفر من الأشعريين نستحمله قال والله لا أحملكم وما عندي ما أحملكم فأتي النبي صلى الله عليه وسلم بنهب إبل فسأل عنا فقال أين النفر الأشعريون فأمر لنا ب5 زود غر الذراء ثم انطلقنا قلنا ما صنعنا حلف رسول الله صلى الله عليه وسلم ألا يحملنا وما عنده ما يحملنا ثم حملنا تغفلنا رسول الله صلى الله عليه وسلم يمينه والله لا نفلح أبدا فرجعنا إليه فقلنا له فقال لست أنا أحملكم ولكن الله حملكم وإني والله لا أحلف على يمين فأرى غيرها خيرا منا إلا أتيت الذي هو خير منه وتحللتها وبه قال حدثنا عمرو بن علي قال حدثنا أبو عاصم قال حدثنا قرة بن خالد قال حدثنا أبو حمزة اللبعي قلت لابن عباس رضي الله عنهما قال قادم وفد عبد القيس على رسول الله صلى الله عليه وسلم فقالوا إن بيننا وبين المشركين من مضر إن بيننا وبينك المشركين من مضر وإنا لا نصل إليك إلا في أشهر حرم فمرنا بجمل من الأمر إن عملنا به دخلنا الجنة وندعو إليها من وراءنا قال آمركم ب4 وأنهاكم من 4 آمركم بالإيمان بالله وهل تدرون ما الإيمان بالله شهادة أن لا إله إلا الله وإقام الصلاة وإيتاء الزكاة وتعطوا من المغنم الخمس وأنهاكم من 4 لا تشربوا في الدباء والنقير والظروف المزفتة والحنتمة وبه قال حدثنا
قتيبة بن سعيد قال حدثنا الليث عن نافع عن القاسم ابن محمد عن عائشة رضي الله تعالى عنها وعنهم أن رسول الله صلى الله عليه وسلم قال إن أصحاب هذه الصور يعذبون يوم القيامة ويقال لهم أحيوا ما خلقتم. وبه قال حدثنا أبو النعمان قال حدثنا حماد بن زيد أن أيوب عن نافع عن ابن عمر رضي الله تعالى عنهما وعنهم قال قال النبي صلى الله عليه وسلم إن أصحاب هذه الصور يعذبون يوم القيامة ويقال لهم أحيوا ما خلقتم. وبه قال حدثنا محمد بن العلاء قال حدثنا ابن فضيل عن عمارة عن أبي زرعة أنه سمع أبا هريرة رضي الله عنه وعنهم قال سمعت النبي صلى الله عليه وسلم يقول قال الله عز وجل ومن أظلم ممن ذهب يخلق كخلقي